ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വാക്കിന്റെ തന്നെ അതേ അർത്ഥത്തിലുള്ള പല വാക്കുകൾ, അതായത് സിനോണിംസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. സിനോണിംസ് അതായത് ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പറയുന്നത് പര്യായങ്ങൾ എന്ന് പറയാം അല്ലെ. അപ്പൊ ഒരു വാക്കിന്റെ തന്നെ പല പല അതേ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ സമാന അർത്ഥത്തിലുള്ള പദങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. ഈ സമാന അർത്ഥത്തിലുള്ള പദങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേക്കും നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ എൻറിച്ച്ഡ് ആകുകയാണ് ചെയ്യുന്നത്. ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ഒരേ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് സംസാരിക്കുമ്പോഴേക്കും അത് ഇത്തിരി അരോചകമായിട്ട് തോന്നുന്നു. അപ്പൊ കുറെ കൂടി ബെറ്റർ ആയിട്ട് സംസാരിക്കാനായിട്ട്, കുറെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാനായിട്ട് ഈ രീതിയിലുള്ള ഒരു പഠനം നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ സിനോണിംസ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇത് പഠിക്കാനായിട്ട് റെഡി ആകുക. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വാക്കാണ് ഷോ എന്ന് പറയുക. ഷോ എന്ന് പറയുന്നത് കാണിക്കുക, പ്രദർശിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുള്ള. അപ്പൊ ആ രീതിയിൽ ഈ സെയിം മീനിങ് ഉൾക്കൊള്ളുന്ന മറ്റു 3 വാക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വാക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെമോൺസ്ട്രേറ്റ്. ഡെമോൺസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷോ എന്ന് തന്നെയാണ്, പ്രദർശിപ്പിക്കുക. അപ്പൊ അതിന്റെ സെന്റൻസിലുള്ള ഉപയോഗം കൂടി നമ്മൾക്ക് പഠിക്കാം. ഒരു കാര്യം നമ്മളെ ഉപയോഗിക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളെ കാണിച്ചു തരുമല്ലോ, ഷോ ചെയ്യുമല്ലോ. അപ്പൊ അതിന് അവൾ ഇത് എങ്ങനെ എപ്രകാരം ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരും. അവൾ ഇത് എപ്രകാരം ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ, ഭാവിയിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ നമ്മളിത് ഡെമോൺസ്ട്രേറ്റ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ കാണിച്ചു തരിക എന്നുള്ള പദത്തിന്റെ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അത് ഫ്യൂച്ചറിലാണ് വരുന്നത്. അപ്പൊ അവൾ എന്നുള്ള വാക്ക് ഷീ ആണ്. ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ. ഓക്കെ, ഷീ വിൽ. ഷീ വിൽ. കാണിക്കുക എന്നുള്ളതിന്റെ പദം ഏതാണ് ഇവിടെ? ഡെമോൺസ്ട്രേറ്റ്. ഓക്കെ, ഷീ വിൽ ഡെമോൺസ്ട്രേറ്റ്. എങ്ങനെ ഉപയോഗിക്കണമെന്ന്. അതെങ്ങനെ നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത്? ഹൗ ടു യൂസ്. അപ്പോൾ സെന്റൻസ് പറയുമ്പോഴേക്കും ഷീ വിൽ ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു യൂസ് ഇറ്റ്. ഇത് ഉപയോഗിക്കുന്നതെന്നല്ലേ. അപ്പൊ ഷീ വിൽ ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു യൂസ് ഇറ്റ്. എനിക്ക് ഡാൻസ് സ്റ്റെപ്പുകൾ അറിയാം. അപ്പൊ ഞാൻ ഡാൻസ് സ്റ്റെപ്പുകൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറയാണ് സെന്റൻസ്, എനിക്ക് ഡാൻസ് സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കാൻ കഴിയും. എനിക്ക് ഡാൻസ് സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കഴിയുക എന്നുള്ള പദം ഏതാണ്? ക്യാൻ. അപ്പൊ എനിക്ക് കഴിയും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെ പറയും? ഐ ക്യാൻ. ഐ ക്യാൻ. ഇനി കാണിച്ചു കൊടുക്കുക എന്നുള്ള പദം ഏതാണ്? ഡെമോൺസ്ട്രേറ്റ്. ഐ ക്യാൻ ഡെമോൺസ്ട്രേറ്റ്. എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും? ഡാൻസ് സ്റ്റെപ്സ് അല്ലെ, ഡാൻസിന്റെ സ്റ്റെപ്സ് അല്ലെ. അപ്പൊ ഐ ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ഡാൻസ് സ്റ്റെപ്സ്. ഓക്കെ, ഷോയിന്റെ അല്ലെങ്കിൽ കാണിക്കുക, പ്രദർശിപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന വേറൊരു വാക്കാണ് മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്നുള്ളത് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്ന വിധം നമുക്ക് നോക്കാം. മാറ്റങ്ങൾ പതുക്കെ കാണപ്പെടും. മാറ്റങ്ങൾ പതുക്കെ കാണപ്പെടും. ഈ ഒരു സെന്റൻസിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോഴേക്കും എങ്ങനെ പറയുന്നത്? മാറ്റങ്ങൾ. മാറ്റങ്ങൾ എന്നെങ്ങനെ നമ്മൾ മാറ്റങ്ങൾ എന്നുള്ളതിന് ചേഞ്ചസ് അല്ലെ. ചേഞ്ചസ്. ചേഞ്ചസ്. കാണപ്പെടുക എന്നുള്ളത് പറയുമ്പോഴേക്കും നമ്മൾ വിൽ, അത് ഫ്യൂച്ചറിലാണ് പറയുന്നത്, പക്ഷെ വിൽ ബി. വിൽ ബി എന്നുള്ള ഒരു രീതിയിൽ ഉപയോഗിക്കണം. കാരണം കാണപ്പെടുക എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാണുക എന്നുള്ളതല്ല, കാണും എന്നല്ല, കാണപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാണപ്പെടുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ വെർബിനെ തനിച്ചുപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വില്ലിന്റെ കൂടെ ഒരു ബി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കൂടി ചേർക്കും. വിൽ ബി. വിൽ ബി. ചേഞ്ചസ് വിൽ ബി. ഇവിടെ നമ്മൾ ഷോ എന്ന് പറയുന്ന പദത്തിന്റെ വേറൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? മാനിഫെസ്റ്റ് അല്ലെ. അപ്പൊ മാനിഫെസ്റ്റ് എന്നുള്ളത് നമുക്ക് മാനിഫെസ്റ്റ് അതേപടി ഉപയോഗിക്കാൻ പാടില്ല. കാരണം വില്ലിന്റെ കൂടെ നമ്മളൊരു ബി ചേർത്തിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് അതിന്റെ മൂന്നാമത്തെ ഫോം മാനിഫെസ്റ്റ്, മാനിഫെസ്റ്റഡ്, മാനിഫെസ്റ്റഡ്, അതിൽ ആ മൂന്നാമത് വരുന്ന ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും അതിന്. അതാണ് നമ്മളിവിടെ ബിക്ക് ശേഷം ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയും? ചേഞ്ചസ് വിൽ ബി മാനിഫെസ്റ്റഡ് അല്ലെ? ചേഞ്ചസ് വിൽ ബി മാനിഫെസ്റ്റഡ് എന്ന് വെച്ചാൽ മാറ്റങ്ങൾ കാണപ്പെടും. എങ്ങനെ കാണപ്പെടും? പതുക്കെയാണ് കാണപ്പെടുന്നത്. അപ്പൊ പതുക്കെ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? സ്ലോലി. ഓക്കെ, അപ്പൊ ചേഞ്ചസ് വിൽ ബി മാനിഫെസ്റ്റഡ് സ്ലോലി എന്നാവും. മാറ്റങ്ങൾ പതുക്കെ കാണപ്പെടും. ഓക്കെ, പ്രോബ്ലം കാണപ്പെടുന്നു, പ്രോബ്ലം കാണപ്പെടുന്നു. ഇതിന് നമ്മൾ എങ്ങനെ പറയും? അതായത് ഇപ്പോ കാണുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പ്രോബ്ലം. അപ്പോ പ്രോബ്ലം ഈസ് മാനിഫെസ്റ്റഡ്. അപ്പൊ പ്രോബ്ലം ഈസ് മാനിഫെസ്റ്റഡ്. ഈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കാണപ്പെടുക എന്ന് പറയുമ്പോഴേക്കും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മാനിഫെസ്റ്റഡ് എന്ന് ഉപയോഗിച്ചു. ദ പ്രോബ്ലം ഈസ് മാനിഫെസ്റ്റഡ്. ദ പ്രോബ്ലം ഈസ് മാനിഫെസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല. പ്രോബ്ലം ഈസ് മാനിഫെസ്റ്റഡ് എന്ന് പറഞ്ഞാലാണ് പ്രോബ്ലം പ്രോബ്ലം കാണപ്പെടുന്നു എന്നുള്ള രീതിയിൽ ആകുള്ളൂ. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ ഫോമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സിനോണിംസ് പഠിക്കുമ്പോഴേക്കും അതിൽ രണ്ടാമത്തെ വാക്കാണ് ഫേമസ്. ഫേമസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അല്ലെ, പ്രസിദ്ധമായ, പ്രസിദ്ധി കേട്ട, കീർത്തി കേട്ട അല്ലെ, അങ്ങനെയൊക്കെ രീതിയിൽ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഫേമസ് എന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന അതേ അർത്ഥം ഉൾക്കൊള്ളുന്ന 3 വാക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വാക്കാണ് ഡിസ്റ്റിങ്ക്വിഷ്ഡ്. ഡിസ്റ്റിങ്ക്വിഷ്ഡ് എന്നാണ് ആ വാക്ക്. ഡിസ്റ്റിങ്ക്വിഷ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്വിഷ് എന്ന് വെച്ചാൽ തിരിച്ചറിയുക. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം 2-3 നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക, അതായത് അതിനെ തിരിച്ചറിയുക എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് ഈ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫേമസ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു പ്രസിദ്ധനായ വ്യക്തിയാണ് എന്നെങ്ങനെ പറയും? ഹി ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് പേഴ്സൺ. ഹി ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് പേഴ്സൺ. അപ്പൊ ഹി ഈസ് അവൻ, അദ്ദേഹം ആകുന്നു അല്ലെ. എങ്ങനെയുള്ള ഒരാളാകുന്നു? ഡിസ്റ്റിങ്ക്വിഷ്ഡ്, ഫേമസ് ആയിട്ടുള്ള അല്ലെ, ഡിസ്റ്റിങ്ക്വിഷ്ഡ്, പ്രസിദ്ധി കേട്ട, പ്രസിദ്ധനായ, ഡിസ്റ്റിങ്ക്വിഷ്ഡ് പേഴ്സൺ. അദ്ദേഹം പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രസിദ്ധനായ വ്യക്തിയാണ്. ഹി ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് പേഴ്സൺ. ഇത് പ്രസിദ്ധമായ ഒരു പട്ടണമാണെന്ന് എങ്ങനെ നമ്മൾ പറയും? ഇത് പ്രസിദ്ധമായ ഒരു പട്ടണമാണ്. അപ്പൊ ഇത് എന്ന് പറയുമ്പോഴേക്കും ഏത് വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് അല്ലെ, ഇറ്റ്. ഇതാണ് എന്ന് പറയുമ്പോ ഇറ്റ് ഈസ് പ്രസിദ്ധമായ. അപ്പൊ ഡിസ്റ്റിങ്ക്വിഷ്ഡ്. ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ്. പട്ടണം എന്നുള്ള വാക്ക് ഏതാണ്? ടൗൺ. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ടൗൺ. ഇത് ഒരു പ്രസിദ്ധമായ പട്ടണമാണ്. പ്രസിദ്ധമായ എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ വാക്കാണ് ഓണേർഡ്. ഓണേർഡ്. ഓക്കെ, പ്രസിദ്ധമായ എന്നുള്ള രീതിയിൽ ഓണേർഡ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് പ്രസിദ്ധമായ ഒരു ആചാരമാണ്. ഇത് പ്രസിദ്ധമായ ഒരു ആചാരമാണ്. അപ്പൊ ഓണേർഡ് ഉപയോഗിച്ചിട്ട് ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാം? ഓക്കെ, ഇത്, ഇറ്റ് ആണ്, ഇറ്റ് ഈസ്. എങ്ങനെയുള്ള പ്രസിദ്ധമായ? അപ്പൊ ഓണേർഡ്, ഇറ്റ് ഈസ് ഓണേർഡ്. പക്ഷെ വെറുതെ നമുക്ക് ഓണേർഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു പ്രസിദ്ധമായ എന്നല്ല. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഓണേർഡ് എന്ന് ഉപയോഗിക്കണം. കാരണം ഇവിടെ എച്ച് ആണ് വന്നിരിക്കുന്നതെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴേക്കും അതിനെ നമ്മളെ ഓണേർഡ് എന്നാ പറയുന്നത്. എച്ച് അവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓ എന്ന് പറയുന്ന വവ്വലിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഓണേർഡ്, ആചാരം എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറയുന്നത്? ട്രഡീഷൻ. ട്രഡീഷൻ. ഇറ്റ് ഈസ് ആൻ ഓണേർഡ് ട്രഡീഷൻ. ഇത് ഒരു പ്രസിദ്ധമായ ആചാരമാണ്. ഞങ്ങൾ ഒരു പ്രസിദ്ധമായ സ്ഥലം സന്ദർശിച്ചു. ഞങ്ങൾ ഒരു പ്രസിദ്ധമായ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ ഓണേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ പറയും? ഞങ്ങൾ സന്ദർശിച്ചു, കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മള് വി, ഞങ്ങൾ സന്ദർശിച്ചു എന്ന് എങ്ങനെ പറയും?
വിസിറ്റഡ്. വി വിസിറ്റഡ് എങ്ങനെയുള്ള സ്ഥലമാണ്? പ്രസിദ്ധമായ. പ്രസിദ്ധമായ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഓണേർഡ്. വി വിസിറ്റഡ് ആൻ ഓണേർഡ് സ്ഥലം, പ്ലേസ്. വി വിസിറ്റഡ് ആൻ ഓണേർഡ് പ്ലേസ്. ഇനി അടുത്തൊരു വാക്കാണ് പ്രസിദ്ധമായ അല്ലെങ്കിൽ കീർത്തി കേട്ട എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് വെൽ നോൺ. വെൽ നോൺ. വെൽ എന്ന് പറയുമ്പോഴേക്കും ഗുഡ് അല്ലെ? നോൺ എന്ന് വെച്ചാൽ അറിയപ്പെടുക. അപ്പൊ നല്ല രീതിയിൽ അറിയപ്പെടുക അല്ലെങ്കിൽ കീർത്തി കേട്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലും പ്രസിദ്ധമായ എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ വെൽ നോൺ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു കീർത്തി കേട്ട പുസ്തകമാണ് എന്നൊക്കെ പറയും. അപ്പൊ ഇതെങ്ങനെ പറയും നമ്മള്? ദിസ് ഈസ് എ വെൽ നോൺ ബുക്ക്. ദിസ് ഈസ് എ വെൽ നോൺ ബുക്ക്. ഇത് പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ഒരു ഹോട്ടലിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഹോട്ടലിന്റെ പ്രത്യേകത അത് അതിന്റെ ആചാര മര്യാദകൾ കൊണ്ട് വളരെയധികം കീർത്തി കേട്ട ഒരു ഹോട്ടലാണ്. അപ്പൊ ഈ ഹോട്ടൽ ആചാര മര്യാദകൾ കൊണ്ട് കീർത്തി കേട്ടതാണ് എന്നെങ്ങനെ നമ്മൾ പറയും? ഈ ഹോട്ടൽ. അപ്പൊ ദിസ് ഹോട്ടൽ. ദിസ് ഹോട്ടൽ ഈസ്. ദിസ് ഹോട്ടൽ ഈസ് എങ്ങനെയാണ്? കീർത്തി കേട്ടത്. അപ്പൊ വെൽ നോൺ. ദിസ് ഹോട്ടൽ ഈസ് വെൽ നോൺ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു പ്രിപ്പോസിഷൻ ചേർക്കും. ഏതാണ്? ഫോർ. വെൽ നോൺ ഫോർ. കീർത്തി കേട്ടതാണെന്നൊക്കെ പറയില്ലേ? അപ്പൊ ദിസ് ഹോട്ടൽ ഈസ് വെൽ നോൺ ഫോർ. അതിന് എന്തിന്റെ കാര്യത്തിലാണ് കീർത്തി കേട്ടിരിക്കുന്നത്? അതിന്റെ ആചാര മര്യാദകൾ. അപ്പൊ എങ്ങനെയാണ് ആ വാക്ക്? ഹോസ്പിറ്റാലിറ്റി. ഓക്കെ, ഹോസ്പിറ്റാലിറ്റി. അപ്പൊ സെന്റൻസിലാക്കി ഫുൾ ആയിട്ട് പറയുമ്പോഴേക്കും ദിസ് ഹോട്ടൽ ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹോസ്പിറ്റാലിറ്റി. ഇറ്റ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ചേർത്തത് ആ ഹോട്ടലിന്റെ പ്രത്യേകതയാണ് അല്ലെ, ആ ആചാര മര്യാദകൾ. അതുകൊണ്ടാണ് അതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറ്റ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചത്. ഓക്കെ, ദിസ് ഹോട്ടൽ ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹോസ്പിറ്റാലിറ്റി. അപ്പൊ ഇന്ന് പോയിട്ട് നിങ്ങൾ ഈ പഠിച്ച സിനോണിംസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ സംസാരത്തിലേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും അത് കൂടുതൽ നല്ല വൈദഗ്ധ്യത്തോടു കൂടി തന്നെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.